ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി മാമ്പഴ പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണ് കേട്ടത്. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുളിശ്ശേരിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുകയും വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും കുറച്ച് മാങ്ങ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നല്ലോണം മാങ്ങയൊക്കെ നല്ലോണം ഒന്ന് വെന്തലിഞ്ഞ് വരട്ടെ കേട്ടോ. അപ്പം ഞാൻ അതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കാം. ഞാൻ അതിന് ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഒരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തേക്കുന്നത്, അതിൻ്റെ പകുതി ഭാഗമാണ്. ഞാൻ 2 പച്ചമുളക് കൂടെ ഉണ്ട്, എരിവില്ലാത്ത പച്ചമുളകാണ്. അപ്പം അതും കൂടെ ഉണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് തൈര് ഒഴിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിട്ട് വരാം. നല്ലതുപോലെ അരച്ചെടുക്കണം കേട്ടോ. നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ മാങ്ങയൊക്കെ വെന്താന്നൊന്ന് നോക്കാം. നല്ലോണം വെന്ത് ഇതേ കഷ്ണങ്ങളാക്കി ഇട്ടതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഞാനിവിടെ ഒരു കഷ്ണം ശർക്കര വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളത്തിൽ കിടന്ന് കുറച്ചു നേരം കൂടെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടാ. നല്ലോണം ശർക്കര പാനിയൊക്കെ നല്ലോണം വറ്റി വരണം. നമുക്ക് ഇതിന് ചെറിയ തീയിൽ വെച്ചു കൊടുക്കാം കേട്ടാ. നമ്മുടെ മാങ്ങയൊക്കെ നല്ലോണം വെന്തലിഞ്ഞിട്ടുണ്ട്, നല്ലോണം അലിഞ്ഞിട്ടുണ്ട്. ശർക്കരയൊക്കെ ഇതിനകത്ത് നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചേക്കണ അരപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. ഇവിടെ ഒരു 1/4 ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ഇങ്ങനെ കൊമ്മള വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വേണ്ടിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ കേട്ടോ. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കുറച്ചധികം വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മുടെ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ അടിപൊളി പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുളിശ്ശേരിയാണിത്. നല്ല പഴുത്ത മാങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ. ചോറിനൊക്കെ ഇത് മാത്രം മതി. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മറക്കാണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.